ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായ കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണിത്. നമുക്ക് കഷ്ണങ്ങളാക്കി തീയലിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ തീയൽ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാൻ. തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരൽപ്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കണം. തേങ്ങ വറക്കാനിടുമ്പോൾ തന്നെ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് അതും കൂടെ ഈ തേങ്ങയോടൊപ്പം മൂപ്പിച്ചെടുക്കണം. തേങ്ങയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് തേങ്ങയോടൊപ്പം ഇട്ട് മൂപ്പിച്ചെടുക്കണം. പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൊടി ഇട്ട് കൊടുത്ത് ആ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേവിക്കാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
തേങ്ങയെല്ലാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമുക്ക് അരപ്പ് കിട്ടേണ്ടത്. ഇനി ഇത് നമ്മൾ അടുപ്പ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വേവിച്ച് വറ്റിച്ചെടുക്കണം. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ അല്പം പുളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കിട്ട് ഈ പുളി വെള്ളത്തിലേക്കിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുത്ത ശേഷം ഈ വെള്ളവും കൂടെ നമുക്ക് തീയലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിന് കൈപ്പുളി ചേർക്കാന്ന് പറയും. ഇത്രയും മതിയാകും. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഉപ്പ് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീയലൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.